ഒരു ശാന്തവും സമാധാനപരവുമായ കോളനിയായ കുണ്ടൻബാഗ് പ്രദേശം ഒരിക്കൽ സാധാരണ ജീവിതത്തിന്റെ ശബ്ദങ്ങളാൽ നിറഞ്ഞിരുന്നു. രാവിലെ പച്ചക്കറി വിൽപ്പനക്കാരുടെ വിളികളും കുട്ടികളുടെ കളിയുടെ ചിരികളും വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ആളുകളുടെ ക്ഷീണിച്ച ചുവടുകളുമായിരുന്നു അവിടത്തെ ദിനചര്യയുടെ ഭാഗം. എന്നാൽ ആ സമാധാനത്തിനുള്ളിൽ ഒരിക്കൽ പോലും ആരും കൽപ്പിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഭയാനക രഹസ്യം ഒളിഞ്ഞിരിക്കുകയുണ്ടായി. ആ രഹസ്യം പുറത്തുവരാൻ കാത്തിരുന്ന പോലെ ഒരു പഴയ വീട് നിശബ്ദമായി അതിന്റെ ഇരുണ്ട കഥ സൂക്ഷിച്ചു നിന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഒരു അമ്മയും അവളുടെ 2 പുത്രിമാരുമായിരുന്നു എന്ന് നാട്ടുകാർക്കറിയാമായിരുന്നു. അവർ അധികം ഇടപഴകാത്തവരായിരുന്നു, എന്നാൽ ചിലപ്പോൾ അവരെ കാണാറുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ 2 പെൺകുട്ടികളെ. അവർ സാധാരണയായി വീട്ടിനു പുറത്തേക്ക് പോയി സാധനങ്ങൾ വാങ്ങുകയും ചിലരോട് സംസാരിക്കുകയും ചെയ്തിരുന്നതായി ചിലർ പിന്നീട് ഓർമ്മിച്ചു. എന്നാൽ അതെല്ലാം പിന്നീട് ആളുകളുടെ മനസ്സിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച ഓർമ്മകളായി മാറി. ഒരു ദിവസം സമീപവാസികൾക്ക് ആ വീട്ടിൽ നിന്ന് അസഹ്യമായ ഒരു ദുർഗന്ധം വരാൻ തുടങ്ങി. ആദ്യം അവർ അത് ചെറിയ കാര്യമെന്നു കരുതുകയും അവഗണിക്കുകയും ചെയ്തു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ദുർഗന്ധം കൂടുതൽ ശക്തമായി. അതിനൊപ്പം തന്നെ ആ വീട്ടിൽ നിന്നുള്ള അസാധാരണമായ നിശബ്ദതയും ആളുകളെ അസ്വസ്ഥരാക്കി. കാരണം മുമ്പ് എങ്കിലും ചില ചലനങ്ങൾ കാണാറുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ വീട് പൂർണ്ണമായും മരവിച്ച നിലയിലായിരുന്നു. ഇതോടെ സംശയം വളർന്ന നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അത് അടഞ്ഞ നിലയിലായിരുന്നു. ഒടുവിൽ അവർ അത് ബലം പ്രയോഗിച്ച് തുറക്കുകയും അകത്ത് കയറുകയും ചെയ്തു. എന്നാൽ അവർ കണ്ട കാഴ്ച അവരെ പോലും ഞെട്ടിച്ചു. കാരണം ആ വീട്ടിനകത്ത് ജീവിതത്തിന്റെ ഒരു അടയാളവും ഇല്ലാതെ മറിച്ച് മരണത്തിന്റെ നിശബ്ദത മാത്രമാണ് നിറഞ്ഞിരുന്നത്. വീട്ടിനകത്ത് 3 മൃതദേഹങ്ങൾ കണ്ടെത്തപ്പെട്ടു. അവ വളരെ കാലം പഴകിയ നിലയിലായിരുന്നു. അത് അമ്മയുടെയും 2 പുത്രിമാരുടെയും മൃതദേഹങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ അവയുടെ അവസ്ഥ കണ്ടപ്പോൾ അവർ വളരെ ദിവസങ്ങൾക്ക് മുൻപേ മരിച്ചിരിക്കണമെന്ന് വ്യക്തമായിരുന്നു. അതായത് അവർ മരിച്ചിട്ട് ഏറെ കഴിഞ്ഞിരുന്നു. എന്നാൽ അതിനൊപ്പം തന്നെ ഒരു വലിയ ചോദ്യം ഉയർന്നു. കാരണം നാട്ടുകാർ അവരെ അടുത്തിടെ കണ്ടതായി പറഞ്ഞിരുന്നു. ഇതോടെ സംഭവത്തിന് ഒരു വിചിത്രമായ ഭാവം ലഭിച്ചു. കാരണം ഒരു വശത്ത് മൃതദേഹങ്ങൾ വളരെ പഴക്കമുള്ളവയാണെന്ന് തെളിഞ്ഞപ്പോൾ മറുവശത്ത് ചിലർ അവരെ മരിച്ചതിനു ശേഷവും കണ്ടതായി ഉറച്ചു പറഞ്ഞു. ചിലർ പറഞ്ഞു അവർ പെൺകുട്ടികളെ കടയിൽ കണ്ടതായി. ചിലർ പറഞ്ഞു അവർ സാധാരണ പോലെ നടക്കുന്നത് കണ്ടതായി. ഇതെല്ലാം ചേർന്ന് ഒരു ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും വ്യക്തമായ ഒരു മറുപടി ലഭിച്ചില്ല. മരണത്തിന്റെ കാരണം, സമയരേഖ ഇവയെല്ലാം സംബന്ധിച്ച ആശയക്കുഴപ്പം തുടർന്നു. എന്നാൽ ഈ സംഭവത്തിന്റെ ഏറ്റവും ഭയാനകമായ ഭാഗം അതിന്റെ അർത്ഥമാക്കാൻ കഴിയാത്ത സ്വഭാവമായിരുന്നു. കാരണം യാഥാർത്ഥ്യവും അഭ്യൂഹങ്ങളും തമ്മിൽ ഒരു അതിരില്ലാത്ത അവസ്ഥ രൂപപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സംഭവം കോളനിയുടെ അതിരുകൾ കടന്ന് നഗരമൊട്ടാകെ പടർന്നു. തുടർന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇത് ഒരു യഥാർത്ഥ ഭയാനക കഥയായി മാറി. ആളുകൾ അവരുടെ സ്വന്തം വ്യാഖ്യാനങ്ങൾ ചേർത്ത് കഥയെ കൂടുതൽ ഭീകരമാക്കി. ചിലർ അത് ആത്മാക്കളുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിച്ചു. ചിലർ അത് ഒരു മനഃശാസ്ത്രപരമായ തെറ്റിദ്ധാരണയാണെന്ന് കരുതി. എന്നാൽ ആ വീട്ടിന്റെ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം ആരും പൂർണ്ണമായി മനസ്സിലാക്കാനായില്ല. അങ്ങനെ കുണ്ടൻബാഗിലെ ആ വീട് ഒരു സാധാരണ വീടിൽ നിന്ന് ഒരു ഭീതിയുടെ പ്രതീകമായി മാറി. അതിന്റെ വാതിലുകൾ അടഞ്ഞിരുന്നുവെങ്കിലും അതിന്റെ കഥ ആളുകളുടെ മനസ്സുകളിൽ തുറന്ന നിലയിൽ തുടർന്നു. അതിന്റെ ഉള്ളിലെ ഇരുണ്ട രഹസ്യം കൂടുതൽ ആഴത്തിലേക്ക് മനുഷ്യരുടെ ഭയങ്ങളെ വലിച്ചിഴയ്ക്കുകയായിരുന്നു. കുണ്ടൻബാഗിലെ ആ വീട് പോലീസ് പരിശോധനയ്ക്ക് ശേഷം ഔദ്യോഗികമായി അടച്ചുപൂട്ടിയെങ്കിലും അതിനുശേഷം ആരംഭിച്ചതാണ് യഥാർത്ഥ ഭീതിയുടെ കഥകൾ. കാരണം സംഭവത്തിന്റെ യാഥാർത്ഥ്യം മറഞ്ഞുപോയതോടെ ആളുകളുടെ ഭാവനയും പേടിയും ചേർന്ന് ആ വീട്ടിനെ ചുറ്റിപ്പറ്റി പുതിയ അനുഭവങ്ങളും വാദങ്ങളും പടർന്നുപിടിക്കാൻ തുടങ്ങി. അതുവരെ കേട്ടത് ഒരു മരണകഥ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ജീവിക്കുന്നവരെയും പിന്തുടരുന്ന ഒരു അദൃശ്യ സാന്നിധ്യത്തിന്റെ കഥയായി മാറി. ആ പ്രദേശത്തെ ചില നാട്ടുകാർ പിന്നീട് പറഞ്ഞത് രാത്രികളിൽ ആ വീട്ടിന്റെ ചുറ്റുപാടുകളിൽ അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കാമെന്നായിരുന്നു. ചിലപ്പോൾ ആരോ നടന്നു പോകുന്ന പോലെ ചുവടുകളുടെ ശബ്ദം, ചിലപ്പോൾ വാതിൽ മൃദുവായി അടയുന്നതുപോലുള്ള ശബ്ദം. എന്നാൽ അവിടെ ആരും താമസിക്കുന്നില്ലെന്ന സത്യം ഈ ശബ്ദങ്ങളെ കൂടുതൽ ഭയാനകമാക്കി. കാരണം ഓരോ ശബ്ദവും ആരും അവിടെ ഉണ്ടോ എന്ന ചോദ്യമായി മാറി. ചിലർ പറഞ്ഞു അവർ ആ വീട്ടിന്റെ ജനലിലൂടെ ഒരു നിഴൽ പോലുള്ള രൂപങ്ങൾ കണ്ടതായി. പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് വെളിച്ചവും ഇരുട്ടും തമ്മിൽ കലരുന്ന സമയത്ത് ആ നിഴലുകൾ മനുഷ്യരൂപത്തോട് സാമ്യമുള്ളതായിരുന്നു. എന്നാൽ വ്യക്തമായ രൂപം ഇല്ലാത്തതുകൊണ്ട് അത് യാഥാർത്ഥ്യമാണോ മനസ്സിന്റെ കളിയാണോ എന്ന് തിരിച്ചറിയാൻ ആരും കഴിയാതെ പോയി. എന്നാൽ ഒരിക്കൽ കണ്ടവർക്ക് അത് മറക്കാനാകാത്ത അനുഭവമായി മാറി. കൂടാതെ ചില ഓട്ടോ ഡ്രൈവർമാരും രാത്രിയിൽ ജോലി ചെയ്യുന്നവരും പറഞ്ഞു അവർ ആ വീട്ടിന്റെ സമീപം കടന്നുപോകുമ്പോൾ ഒരുതരം ഭാരമുള്ള നിശബ്ദത അനുഭവപ്പെടുന്നുവെന്ന്. സാധാരണയായി ഒരു കോളനിയിൽ ഉണ്ടാകേണ്ട ശബ്ദങ്ങൾ പോലും അവിടെ ഇല്ലാത്തതുപോലെ തോന്നിയതായും ചിലപ്പോൾ ശരീരത്തിലൂടെ ഒരു തണുത്ത കാറ്റ് കടന്നുപോകുന്ന പോലെ അനുഭവപ്പെട്ടതായും അവർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മറ്റുള്ളവർക്കും ആ സ്ഥലത്തെക്കുറിച്ച് ഒരു ഭയം രൂപപ്പെട്ടു. ഇതിലുപരി ചിലർ പറഞ്ഞു അവർ മുൻപ് കണ്ട ആ 2 പെൺകുട്ടികളെ പോലെയുള്ള രൂപങ്ങൾ പിന്നീട് സ്വപ്നങ്ങളിൽ കണ്ടതായി.
ആ സ്വപ്നങ്ങൾ സാധാരണ സ്വപ്നങ്ങളല്ലായിരുന്നു, മറിച്ച് വളരെ വ്യക്തവും യാഥാർത്ഥ്യത്തിനടുത്തതുമായ അനുഭവങ്ങളായിരുന്നു. അവരോട് ആരോ എന്തോ പറയാൻ ശ്രമിക്കുന്നതുപോലെ തോന്നിയെങ്കിലും അതിന്റെ അർത്ഥം വ്യക്തമായില്ല. ഇതെല്ലാം ചേർന്ന് ആ സംഭവത്തെ കൂടുതൽ രഹസ്യവത്കരിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ചില പ്രാദേശിക മാധ്യമങ്ങളും ഈ സംഭവത്തെ എടുത്തുപറയാൻ തുടങ്ങി. അവർ നാട്ടുകാരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ശേഖരിച്ച് കഥകളായി അവതരിപ്പിച്ചു. എന്നാൽ ഓരോ ആളും പറയുന്നത് വ്യത്യസ്തമായിരുന്നെങ്കിലും അവയിൽ ഒരേപോലെ നിലനിന്നത് ഒരു അസ്വസ്ഥതയും വിശദീകരിക്കാനാകാത്ത ഭയവുമായിരുന്നു. ഇത് കണ്ടവർക്കും കേട്ടവർക്കും ഒരുപോലെ ബാധിച്ചു. അതേസമയം ചില യുക്തിവാദികളും ഈ സംഭവത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. അവരുടെ അഭിപ്രായത്തിൽ ഇത് മനുഷ്യമനസ്സിന്റെ സ്വാഭാവിക പ്രതികരണമായിരുന്നു. ഒരു ഭയാനക സംഭവത്തിന് ശേഷം ആളുകൾക്ക് സാധാരണ സംഭവങ്ങളും അസാധാരണമായി തോന്നാൻ തുടങ്ങും. അവർ കേൾക്കുന്ന ശബ്ദങ്ങൾക്കും കാണുന്ന നിഴലുകൾക്കും അതിലുപരി അർത്ഥം നൽകാൻ ശ്രമിക്കും. ഇതിനെ മനഃശാസ്ത്രപരമായ ഭ്രമമായി അവർ വിശദീകരിച്ചു. എന്നാൽ ഈ വ്യാഖ്യാനങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയില്ല. കാരണം ചില അനുഭവങ്ങൾ അത്രയും വ്യക്തമായും വ്യക്തിപരമായും ആയിരുന്നു. അത് വെറും ഭ്രമമെന്ന് പറയുന്നത് ചിലർക്കു അസ്വീകാര്യമായി തോന്നി. അതിനാൽ തന്നെ ആ വീട് ഒരു ഹോണ്ടഡ് ഹൗസ് എന്ന പേരിൽ കൂടുതൽ പ്രശസ്തമായി. ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദത്തിൽ ഒരു ഭയവും കൗതുകവും ഒരുപോലെ കാണാനായി. കാലക്രമേണ ആ വീട്ടിനോട് ചേർന്ന് പോകാൻ ആളുകൾ മടിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് രാത്രിയിൽ. ചിലർ അത് ഒഴിവാക്കി മറ്റു വഴികൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. കാരണം യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നതിനേക്കാൾ ആ സ്ഥലത്തെക്കുറിച്ചുള്ള കഥകൾ അവരുടെ മനസ്സിൽ സൃഷ്ടിച്ച ഭയം വളരെ ശക്തമായിരുന്നു. അത് അവരെ അവിടെ നിന്ന് അകറ്റി നിർത്താൻ മതിയായിരുന്നു. അങ്ങനെ കുണ്ടൻബാഗിലെ ആ വീട് ഒരു സംഭവത്തിന്റെ സ്മരണയിൽ നിന്ന് മാറി, അനുഭവങ്ങളുടെയും അഭ്യൂഹങ്ങളുടെയും ഒരു കേന്ദ്രമായി മാറി. ഓരോ പുതിയ കഥയും അതിന്റെ ഭീതിയെ കൂടുതൽ ശക്തമാക്കി. യാഥാർത്ഥ്യവും അന്ധവിശ്വാസവും തമ്മിലുള്ള രേഖ കൂടുതൽ മങ്ങിയതായി. ആ വീട്ടിന്റെ ചുറ്റുപാടുകൾ ഇന്നും ചിലർക്കു മറക്കാനാകാത്ത ഭയത്തിന്റെ പ്രതീകമായി തുടരുന്നു. കാലം കടന്നുപോകുന്നതിനൊപ്പം കുണ്ടൻബാഗിലെ ആ വീട്ടിനെ ചുറ്റിപ്പറ്റിയ കഥകൾ കുറയേണ്ടതിന് പകരം കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലും വളരുകയായിരുന്നു. കാരണം ഓരോ പുതിയ തലമുറയും ഈ കഥയെ പുതുതായി കേട്ടപ്പോൾ അതിൽ സ്വന്തം ഭയങ്ങളും ചിന്തകളും ചേർത്ത് അതിനെ വീണ്ടും ജീവിപ്പിച്ചു. അതോടെ യഥാർത്ഥ സംഭവത്തിന്റെ പരിധി കടന്ന് ഇത് ഒരു നിഗൂഢമായ പൗരാണിക കഥയായി മാറി. എന്നാൽ അതിന്റെ അടിത്തറയിൽ ഇപ്പോഴും 3 മരണങ്ങളുടെയും മറഞ്ഞ സത്യത്തിന്റെയും ഭാരമാണ് നിലനിന്നത്. പോലീസ് അന്വേഷണങ്ങൾ ഒടുവിൽ ഔദ്യോഗിക രേഖകളിൽ അടച്ചുപൂട്ടപ്പെട്ടെങ്കിലും പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരങ്ങൾ ലഭിച്ചില്ല. മരണത്തിന്റെ കൃത്യമായ കാരണം എന്തായിരുന്നു? അവർ എത്ര ദിവസങ്ങൾക്ക് മുൻപ് മരിച്ചു? നാട്ടുകാർ കണ്ടതായി പറഞ്ഞ സമയരേഖ എങ്ങനെ ഇത്രയും വ്യത്യസ്തമായി? ഇവയെല്ലാം ഒരുപാട് സംശയങ്ങൾ ഉയർത്തി. എന്നാൽ അതിന് വ്യക്തമായ വിശദീകരണം ഇല്ലാത്തത് ആളുകളെ അതീതശക്തികളിലേക്കുള്ള വിശ്വാസത്തിലേക്ക് തള്ളിയിട്ടു. ചിലർ വിശ്വസിച്ചത് ആ വീട്ടിൽ സംഭവിച്ചതെന്തോ സാധാരണ മരണങ്ങൾ മാത്രമല്ലായിരുന്നു, മറിച്ച് എന്തോ അദൃശ്യമായ ശക്തികൾ അവിടെ പ്രവർത്തിച്ചിരുന്നതായിരിക്കാം. കാരണം അവർ പറഞ്ഞ അനുഭവങ്ങൾക്കും കണ്ടതായുള്ള അവകാശവാദങ്ങൾക്കും സാധാരണ യുക്തിയിലൂടെ മറുപടി നൽകാൻ പ്രയാസമായിരുന്നു. പ്രത്യേകിച്ച് മരിച്ചവർ പിന്നീട് കണ്ടതായി പറഞ്ഞ സംഭവങ്ങൾ ആളുകളെ ഏറെ ഭയപ്പെടുത്തി. അതേസമയം മറ്റൊരു വിഭാഗം ആളുകൾ ഈ കഥയെ പൂർണ്ണമായും വ്യത്യസ്തമായ ദിശയിൽ കണ്ടു. അവരുടെ അഭിപ്രായത്തിൽ ഇത് ഒരു മാനസിക പ്രതിഭാസം മാത്രമായിരുന്നു. ഒരു ഭയാനക സംഭവത്തിനു ശേഷം മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഭ്രമങ്ങളും ഓർമ്മകളുടെ കലാപവും ചേർന്ന് യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാറുണ്ട്. ഒരാൾ പറഞ്ഞ ഒരു ചെറിയ സംശയം പോലും മറ്റൊരാളുടെ മനസ്സിൽ വലിയ ഭീതിയായി വളരുകയും പിന്നീട് അത് അനുഭവം ആയി മാറുകയും ചെയ്യുന്നു. ഈ 2 വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്കിടയിൽ സത്യം എവിടെയോ മറഞ്ഞുപോയതുപോലെ തോന്നുന്നു. കാരണം ഒരു വശത്ത് അനുഭവങ്ങൾ വളരെ വ്യക്തവും ശക്തവുമാണെന്ന് പറയപ്പെടുമ്പോൾ, മറുവശത്ത് യുക്തിവാദികൾ അതെല്ലാം മനുഷ്യ മനസ്സിന്റെ സ്വാഭാവിക പ്രതികരണങ്ങളാണെന്ന് ഉറച്ചു പറയുന്നു. ഇതോടെ ഈ കഥയ്ക്ക് ഒരിക്കലും അവസാനമില്ലാത്ത ഒരു ചർച്ചയുടെ സ്വഭാവം ലഭിച്ചു. ഇതിനിടെ ആ വീട് കാലക്രമേണ ശൂന്യമായി കിടക്കാൻ തുടങ്ങി. അതിന്റെ മതിലുകൾ പഴകി, ജനലുകൾ തകർന്നു, വാതിലുകൾ ചീഞ്ഞു. എന്നാൽ അതിന്റെ ഉള്ളിൽ നടന്ന സംഭവങ്ങളുടെ ഓർമ്മകൾ മാത്രം അവിടെ നിലനിന്നു. ചിലർ പറയുന്നു ആ വീട്ടിനടുത്ത് പോയാൽ ഇന്നും ഒരു അസ്വസ്ഥത അനുഭവപ്പെടുമെന്ന്. അത് ഭയമാണോ അല്ലെങ്കിൽ വെറും മനസ്സിന്റെ പ്രതികരണമോ എന്ന് വ്യക്തമല്ല. പുതിയ ആളുകൾ ആ പ്രദേശത്ത് താമസിക്കാൻ എത്തിയപ്പോൾ പഴയ നാട്ടുകാർ ഈ കഥ അവരോട് പങ്കുവയ്ക്കാറുണ്ട്. ചിലർ അതിനെ വെറും കഥയായി കേട്ടുപോകുമ്പോൾ ചിലർ അത് ഗൗരവമായി എടുത്ത് ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അന്വേഷിക്കുന്നവർക്കും ഒടുവിൽ കിട്ടുന്നത് ചോദ്യങ്ങളാണ്, വ്യക്തമായ ഉത്തരങ്ങൾ അല്ല. ഇതോടെ കുണ്ടൻബാഗ് വീട്ടിന്റെ കഥ ഒരു പഠനവിഷയമായി തീർന്നു. ചിലർ അത് സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ ഉദാഹരണമായി കാണുന്നു, ചിലർ അത് അതീതശക്തികളുടെ തെളിവായി കാണുന്നു. എന്നാൽ രണ്ടും തമ്മിൽ ഒരു തീർച്ചയായ ഉത്തരത്തിലേക്ക് എത്താത്തത് ഈ കഥയുടെ ആകർഷണവും ഭീതിയും നിലനിർത്തുന്നു. അവസാനമായി ഈ കഥ നമ്മോട് ചോദിക്കുന്നത് ഒരു ലളിതമായെങ്കിലും ഗൗരവമുള്ള ചോദ്യമാണ്. നാം കാണുന്നതും കേൾക്കുന്നതും എല്ലാം യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സൃഷ്ടികളാണോ? കാരണം ചിലപ്പോൾ ഭയം യാഥാർത്ഥ്യത്തെക്കാൾ ശക്തമായി നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നു. അത് നമ്മെ വിശ്വസിപ്പിക്കുന്നത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളിലേക്കാണ്.
അങ്ങനെ കുണ്ടൻബാഗിലെ ആ വീട് ഇന്നും ഒരു മറുപടി ലഭിക്കാത്ത ചോദ്യമായി നിലനിൽക്കുന്നു. അതിന്റെ വാതിലുകൾ അടഞ്ഞിരിക്കുമ്പോഴും അതിന്റെ കഥ മനുഷ്യരുടെ മനസ്സുകളിൽ തുറന്ന നിലയിലാണ്. ഭയവും കൗതുകവും ചേർന്ന ഒരു അനുഭവമായി അത് തലമുറകളിലൂടെ പകരപ്പെടുന്നു. ഒരിക്കൽ നടന്ന ഒരു യാഥാർത്ഥ്യ സംഭവത്തിന്റെ നിഴലിൽ വളർന്ന ഒരു അനന്തമായ രഹസ്യമായി അത് ഇന്നും തുടരുന്നു.